നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവുമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരമപരിശുദ്ധ ദൈവകാരുണ്യത്തിന്റെ മുമ്പിൽ ഈ ദിനത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. വളരെ പ്രത്യേകമായി പുതിയ ദൈവാലയവും മറ്റ് സംവിധാനങ്ങളും കെട്ടിട സമുച്ചയവും കർത്താവ് ആഗ്രഹിച്ച രീതിയിൽ അവിടുന്ന് ആഗ്രഹിച്ച സമയത്ത് പൂർത്തീകരിക്കുവാൻ വേണ്ട കൃപകൾ നൽകിയതിനെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പരമപരിശുദ്ധ ദൈവകാരുണ്യത്തിന് മുൻപിൽ നാം ആയിരിക്കുമ്പോൾ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ദുരന്തങ്ങളും പേറുന്ന നമ്മുടെ സഹോദരങ്ങളെ അനുസ്മരിക്കാം. പകർച്ചവ്യാധിയാലും മറ്റു രോഗങ്ങളാലും ക്ലേശിക്കുന്നവരെയും അവരെ പരിചരിക്കുന്നവരെയും ഓർക്കാം. ആഗോള സഭയെയും പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങളെയും ഏറെ പ്രത്യേകമായി നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെയും നമ്മുടെ ഈ സ്ഥാപനം നിലകൊള്ളുന്ന ഇടവകയുടെ അന്തരീക്ഷങ്ങളെയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ നാടുകളിൽ നിന്ന് കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ ഈ സമയം ചെലവഴിക്കുവാൻ ഈ ആദ്യ വെള്ളിയാഴ്ച വിശുദ്ധ മറിയം മർഗരീത്തയോട് കർത്താവ് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് അവിടുത്തെ ഒന്ന് ചേർന്ന് ആരാധിച്ച് സ്തുതിച്ച് വാഴ്ത്തി പുകഴ്ത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രത്യേകമായി ഈ ആശ്രമത്തെ, ഈ മക്കളെ, ഇതിൻ്റെ നാലതിരുകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന സ്നേഹം നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് ഒരു വലിയൊരു അവസരം ദൈവം നമുക്കിവിടെ തന്നു. അതിന് ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ആവേ മരിയ പ്രയർ മിനിസ്ട്രിയുടെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ ഇന്ന് ഈ മക്കളുടെ കൂടെ പങ്കെടുക്കാനായിട്ട് ദൈവം നൽകിയ വലിയൊരു അവസരത്തിന് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. എന്നോട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ടൊരു പ്രചോദനം തന്നുകൊണ്ടിരിക്കുക. എന്നറിയോ, എത്ര എവിടേക്ക് ശുശ്രൂഷയ്ക്ക് പോയാലും ഈ മക്കളുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം മറ്റൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ ശുശ്രൂഷയിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഇന്ന് ഈ മക്കളുടെ പ്രാർത്ഥനയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് കൂടി വലിയ പ്രചോദനമാകുമെന്നും മാത്രമല്ല, കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ആർജിച്ചെടുക്കുവാനുള്ള ഒരു ശക്തി കൂടി ഇന്ന് ഈ ആലയത്തിൽ നിന്ന് ദൈവം ദാനമായി നൽകുമെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താവോ? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ആവേ മരിയ പ്രയർ മിനിസ്ട്രിയുടെ രണ്ടാമത്തെ ശുശ്രൂഷയാണ് ഈ ആലയത്തിൽ നടക്കുന്നത്. തീർച്ചയായും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവർ കൂടി ഇന്ന് ഈ ആലയത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ ശുശ്രൂഷ, ഈ ആരാധന നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായും അവിടുത്തെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ അനുസരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് വചനത്തിൽ ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്, ആദ്യമേ തിന്മയുടെ സ്വാധീനങ്ങളെ എന്ത് ചെയ്യണം? ബന്ധിക്കണം. വേണ്ടേ? ബന്ധിക്കണം. അതിനുശേഷമേ ശുശ്രൂഷകൾ തുടങ്ങാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അതിനധികാരം ദൈവം എവിടെ നിന്നാണ്
വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയം തുറന്ന് സ്തുതിക്കണം. വേണ്ടേ? ഹല്ലേലൂയ. വെറുതെ സ്തുതിച്ച പോരാ, ഹൃദയം തുറന്ന് സ്തുതിക്കണം. നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം ലിദിയായുടെ മാനസാന്തരം എന്ന് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ലിദിയായുടെ മാനസാന്തരം. അവിടെ പൗലോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ലിദിയായുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം ലിദിയായുടെ ദൈവം തുറന്നു എന്ന് പറഞ്ഞ ബൈബിളിൽ ഇരിക്കുന്ന അതേ വാക്യവും അതേ ആത്മാവിൻ്റെ അഭിഷേകവും ഇവിടെ ഇറങ്ങി വരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? സ്തുതിക്കണം. സ്തുതിക്കുന്ന സമയത്ത് തീർച്ചയായും ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോട് ചേർന്ന് നമുക്കിതിൻ്റെ നാലതിരുകളെയും ബന്ധിക്കാൻ സാധിക്കും, അല്ലേ? ഇത് മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് സ്തുതിച്ചു നോക്കിയേ. നിങ്ങൾ ഒരു മിനിറ്റ് മനസ്സിലാക്കണേ. ഈ സ്തുതിപ്പില് 2 കാര്യങ്ങൾ ദൈവം നമുക്ക് തരും. എന്തെന്നറിയോ? ഒന്ന്, നമ്മളായിരിക്കുന്ന ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്തുതിക്കാൻ പോകുന്നത്, അല്ലേ? 2, ഈ സ്തുതിപ്പിൽ നമ്മളുടെ ഇന്നലകളിലെ പാപത്തിൻ്റെ മേഖലകളോ അല്ലെങ്കിൽ മറ്റൊന്നും നമ്മൾ നോക്കണ്ട. ദൈവം പ്രസാദിക്കുന്ന ഈ ആരാധന അല്ലെങ്കിൽ ഈ സ്തുതിപ്പ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്തുതിക്കാതെ അല്ലാതെ ഈ ബൈബിളിൽ മറ്റൊന്നും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു വചനം പങ്കിട്ടുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 6-7 വചനം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയായി നിന്നിൽ ആവസിക്കും. ഒന്ന് ഏറ്റു പറഞ്ഞേ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയായി നിന്നിൽ ആവസിക്കും, എന്നിൽ ആവസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മറ്റൊരു മനുഷ്യനായി ഞാൻ മാറും, ഞാൻ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറും. വചനം പറയുകയാണ്, ഇത് സംഭവിച്ചു കഴിയുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ സന്തോഷത്തോടു കൂടി പ്രഭാതത്തില്. ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടു കൂടി കരങ്ങൾ അടിച്ചിട്ടൊന്ന് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തി നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ലൊരു അഭിഷേകം അറിയുവാൻ വേണ്ടി സ്തുതിച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ച് അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഈ മക്കളുടെ മേൽ ശക്തിയായി സ്വർഗം തുറന്നിറങ്ങി വരുവാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകത്തിന്റെ കലവറ കർത്താവേ ഈ മക്കൾക്ക് വേണ്ടി അവിടുന്ന് തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇപ്പൊ ചൊല്ലി പ്രാർത്ഥിക്കാം. തെക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും വരുന്ന ദുഷ്ടാരൂപികളെയും പൈശാചിക ശക്തികളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ കുത്തിയ ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തത്തിന്റെ ശക്തിയാൽ ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും മീതെ ചവിട്ടി നടക്കാൻ
നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ആ അധികാരമുള്ള വചനത്തിന്റെ ശക്തിയാൽ സകല പൈശാചിക ശക്തികളെയും നസ്രായന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കണ്ണീരൊപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. പാടാം. കണ്ണീരൊപ്പം ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ. അത്ഭുതങ്ങൾ കണ്ടിടുവാനായി കണ്ണുകൾ തുറക്കണമേ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. അടയാളങ്ങൾ കണ്ടു ഞങ്ങൾ ആർത്തു വിളിക്കട്ടെ. മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. പാടാം. മുഖ്യദൂത മിഖായേലേ യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടാനായി പൊരുതണമേ എന്നും, പൊരുതണമേ എന്നും. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ. സംരക്ഷണത്തിൻ കോട്ടകൾ തീർത്ത് കാവൽ നിൽക്കണമേ. എന്നും കാവൽ നിൽക്കണമേ. എന്നും കാവൽ നിൽക്കണമേ. ഹല്ലേലൂയ. ഗബ്രിയേലേ എത്തിച്ചില്ലേ? ഗബ്രിയേലേ, ഗബ്രിയേലേ, മിഖായേലേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഖായേലേ ഒന്ന് വിളിച്ചേ. മിഖായേലേ, ഗബ്രിയേലേ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കുരിശ് വരച്ചിട്ട് പരസ്പരം ഈശോമിശിഹായ്ക്ക് സ്തുതി കൊടുത്തിട്ട് ശാന്തമായിട്ടിരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ആരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഈ ബൈബിള് ഒന്ന് കയ്യിൽ വെച്ച് ഞാൻ പറയുമ്പോൾ ഒന്നെടുത്ത് വായിക്കണം കേട്ടോ. ഇന്ന് നസ്രായനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ മക്കൾക്കും വളരെ സന്തോഷം നേരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്ന് ഈ ആവേ മരിയ പ്രേരം നിശ്ചയിലെ ഈ മക്കളുടെ കൂടെ പ്രാർത്ഥിക്കാനായി കടന്നു വന്ന എല്ലാ മക്കളെയും സ്നേഹത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥൻ്റെ വലിയ സന്തോഷം ആ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വളരെ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആവേ മരിയ പ്രേരം നിശ്ചയെ സന്തോഷിച്ചിടത്തോളം ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ.
പലപ്പോഴും ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, ഈ മക്കളുടെ കൂടെ ആയിരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങളൊരു മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞ ഈ ചാപ്പലിൻ്റെയൊക്കെ വെഞ്ചരിപ്പിന് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല. അതിന് ഞങ്ങളെല്ലാവരും മാപ്പ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ മനോഹരമായി ദൈവം ഇതെല്ലാം ഒരുക്കി നൽകിയതിന് ദൈവത്തിന് ആയിരം നന്ദി പറയാം. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശ്വാസ തീഷ്ണത, അല്ലെങ്കിൽ വിശ്വാസത്തിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് വരുന്ന മുള്ളുകളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയൊരു ചിന്തയിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ദൈവം നമുക്കിന്ന് തന്നിരിക്കുന്ന വചനം വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 2 മുതലുള്ള വചനം ഒന്നെടുത്ത് വായിക്കാവോ? വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്, നിക്കോളോവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ആ വചനം ശരിക്കും ശ്രദ്ധിച്ചേ. നിന്റെ ക്ഷമാപൂർവമുള്ള പിടിച്ചു നിൽപ്പ് എനിക്കറിയാം. ഈ വിശ്വാസത്തെ പ്രതി നീ സഹനങ്ങൾ ഏറ്റെടുത്തിട്ടും നീ ക്ഷീണിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയാ, ഈ വിശ്വാസത്തിനു വേണ്ടി നീ ഏറ്റെടുത്തിരിക്കുന്ന സഹനങ്ങളും കഷ്ടതകളും നിനക്കുണ്ടായിട്ടും നിനക്കൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശരിയാണോ? ക്ഷീണമുണ്ടോ? ക്രിസ്തുവിനു വേണ്ടി പീഡകൾ സഹിച്ചിട്ടും ഞാൻ ക്ഷീണിച്ചിട്ടില്ല. ദുഷ്ടരെ കണ്ട മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുമുണ്ട്. ഇല്ലേ? ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം വിശ്വാസ തലത്തിൽ മുന്നേറുമ്പോഴാണ് നമുക്ക് മുള്ളുകൾ ഉണ്ടാകുന്നത്. ശരിയാണോ? ഹല്ലേലൂയ. അതെന്താ കാരണം എന്നറിയോ? ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട മക്കളെ ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന മക്കളെ ദൈവം തരുന്ന സമ്മാനമാണ് സഹനമെന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സഹനങ്ങൾ പലതരത്തിലുമുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തി വിശ്വാസം സ്വീകരിക്കുകയും വിശ്വാസം വ്യതിചലിക്കാതിരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ പാടുപീഡകളോട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി, അവന് വരുന്ന സഹനങ്ങൾ അവന് താങ്ങാൻ പറ്റാത്തതായിരിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിച്ച് ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനും എന്നാൽ ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ആ ദൈവത്തിന്റെ ഇച്ഛ സ്നേഹം അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവത്തിൽ നിന്ന് മറുതലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഭാരം, അവന്റെ സഹനം വലിയ ഭാരമായി തോന്നിയേക്കാം. ഹല്ലേലൂയ. അതിന്റെ കാരണം ആ മകൻ ദൈവത്തിലോ മകനോ മകളോ ദൈവത്തിലായിരുന്നാലും ആ കർത്തവ്യങ്ങൾ കൃത്യമായി നിർവഹിക്കാതിരിക്കുമ്പോഴാണ് ഈ ഭാരം വലുതായി നമുക്ക്
അനുഭവപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ ദൈവം ഈ സഹനങ്ങൾ തരാതെ ഒത്തിരി സന്തോഷങ്ങളാണ് വെച്ച് നമുക്ക് തരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ ദൈവത്തെ ഉപേക്ഷിച്ചേക്കാം. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്ത് സ്നേഹിക്കുന്ന മക്കളെ ദൈവം തന്റെ മാറോട് ചേർത്ത് വെച്ച് അവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന മക്കളെ ദൈവം എന്നും ചെറിയ ചെറിയ സഹനങ്ങൾ തന്ന് അവനെ പുലർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഈ സഹനങ്ങൾ ദൈവം തന്ന് ഒരു കുറ്റവും പറയാതെ മറ്റുള്ളവരോട് ഒരു തരത്തിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ അത് സന്തോഷമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഭൂമിയിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്തെന്നറിയോ? അവന്റെ സഹനങ്ങളെ അവൻ മറ്റാരോടും പങ്കുവെക്കാതെ അവന്റെ മുറിയിൽ കടന്നിരുന്ന് സ്വകാര്യമായി ആരോട് പങ്കുവെക്കുന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് എല്ലാം പങ്കുവെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയിൽ ആദ്യമേ കാണുന്ന അടയാളത്തിന്റെ സൂചനയാണ് മാനസാന്തരത്തിലേക്കുള്ള വഴി നടക്കൽ. കരങ്ങളടിച്ച് ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധ സക്രായിലിരിക്കുന്ന യേശുവിന്റെ ശരീരത്തിന്റെ പിന്നിൽ നിന്ന് ഈ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ദൈവം തന്ന ഒരു മെസ്സേജ് പങ്കുവയ്ക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ബലിയായത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഓക്കെ, നിങ്ങളുടെ ബിൽഡിങ്ങുകളോ നിങ്ങളുടെ വസ്തുവകകളോ നിങ്ങളുടെ സമ്പത്തോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആണ് എന്ന് പറയാം. പക്ഷെ അത് പ്രാഥമികമായ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു ബലിയായത് പട്ടണങ്ങളെ പിടിച്ചെടുക്കാനല്ല. ക്രിസ്തു ബലിയായത് ഒത്തിരി സമ്പത്ത് വാരിക്കൂട്ടുവാനല്ല. ക്രിസ്തു ബലിയായത് രോഗികൾക്ക് സൗഖ്യം നൽകുവാനായിട്ടാണ്. എങ്കിലും ക്രിസ്തു ബലിയായത് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞാൽ, യഥാർത്ഥമായി ഈ ദൈവത്തെ രക്ഷകനും നാഥനുമായി തിരിച്ചറിഞ്ഞാൽ, ഇവിടെ നിന്നിട്ട് ഈ പരിശുദ്ധ ശരീരത്തിന്റെ പിന്നിൽ നിന്നിട്ട് പറയുകയാണ്, ക്രിസ്തു മരിച്ചത് കാൽവരി കുരിശിൽ ബലിയായി രക്തം ചിന്തി മരിച്ചത് ഇവിടെ ഇരിക്കുവാൻ വേണ്ടിയാണ്. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം വചനം പറയുന്നു, എന്ത് പറയുന്നു അറിയോ? ഞാൻ എന്നിൽ വസിക്കുന്നവനിൽ ഞാനും വസിക്കും, അവനിൽ നിത്യജീവന്റെ ഉറവിടമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനിൽ നിത്യജീവന്റെ ഉറവയുണ്ട്, ഉറവിടമുണ്ട്. അതിനാണ് ക്രിസ്തു പറഞ്ഞത്, ഇതെന്റെ ശരീരമാണ്. കണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. മറ്റൊരു കാര്യത്തിനു വേണ്ടി ക്രിസ്തു ബലിയായിട്ടില്ല. ബൈബിള് പറയുന്നു, ശാപത്തിനു വേണ്ടി ബലിയായി, സകല പാപത്തിനു വേണ്ടി ബലിയായി, സകല രോഗത്തിനു വേണ്ടി ബലിയായി, സകലത്തിനു വേണ്ടി ബലിയായി. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കണമെങ്കിൽ ഞാൻ ഒരു ദിവ്യകാരുണ്യമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കറക്റ്റ് അല്ലേ? അനുദിനം നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, അനുദിനം നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാൽവരി കുരിശിൽ ബലിയായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്കിതൊക്കെ വിശ്വാസത്തിൽ അറിയാൻ സാധിക്കാതെ പോകും. ശരിയല്ലേ? കാരണം എന്താ? മനുഷ്യൻ ബലഹീനനും പാപിയുമാണ്. ഓക്കെ, ശരിയാണോ? ആണ്, സംശയിക്കേണ്ട. മനുഷ്യൻ ബലഹീനനും പാപിയുമാണ്. ഇവിടെ കർത്താവ്
സങ്കീർത്തനത്തിലൂടെ പറയുകയാണ്, എനിക്ക് വേണ്ടി ആര് എഴുന്നേൽക്കും? ഒറ്റ ചോദ്യം തരികയാണ്, എനിക്ക് വേണ്ടി ആര് പോകും? ഇതൊരു വലിയ ചോദ്യം. ആ ചോദ്യത്തിന്റെ പിന്നിൽ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഇന്ന് 17 വർഷം തികഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്തെന്നറിയോ? ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിന് ശേഷമുണ്ടായ പീഡകൾ, അതിക്ക് മുൻപുണ്ടായ സുഖ സൗകര്യങ്ങൾ, രണ്ടും രണ്ട് തട്ടിലും കിടക്കുന്നത്. ഹല്ലേലൂയ. ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് അന്നേക്ക് മുമ്പ് ഒത്തിരി സുഖ സൗകര്യങ്ങളെ തേടിപ്പോയവനാ ഞാൻ. ഇഷ്ടം പോലെ കിട്ടി. പക്ഷെ അത് മനുഷ്യ ഹൃദയങ്ങളെ ഇന്റലിജന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമെന്ന് തോന്നുന്ന പാപത്തിന്റെ ക്രമീകരണങ്ങൾ പിശാച് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ. എന്തിനാണെന്നറിയോ? നമ്മുടെ ആത്മാവിന്റെ മേൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയാനാണ് ഇപ്പോൾ ഞാനിത് പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ മേൽ കടന്നിരിക്കുന്ന സാന്നിധ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മളുടെ ഈ സുഖ സൗകര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അതില് ആദ്യപടിയാണ് നമ്മുടെ ചില ദുർസ്വഭാവങ്ങൾ. അതില് ആദ്യം പറയുകയാണെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥകൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഉള്ളതാണ്. എനിക്കൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളെ ക്ഷമിക്കാൻ പറ്റില്ല. 1 പറഞ്ഞ് 2 പറയും, 3 പറഞ്ഞ് അടി കൊടുക്കും. ആ സ്വഭാവക്കാരായിരുന്നു ഞാൻ. പക്ഷേ ശുശ്രൂഷയിലേക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടെ സിസ്റ്റേഴ്സും ഇവരെല്ലാവരും ചെയ്യുന്നത് ഒരു ശുശ്രൂഷയാണ്. മനസ്സിലായോ? ഇവിടെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളം നിറഞ്ഞു നിൽക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ മുഖ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ പരസ്പരം ഏറ്റുപറഞ്ഞ് കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഈ മക്കളെ പരിപാലിക്കുകയും പലതരത്തിൽ ഓടി ക്ഷീണിതനായി വൈകുന്നേരം വന്ന് ഈ സക്രാരിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടിങ്ങോട്ടും മുഖത്ത് നോക്കിയിട്ട് പറയണം, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഓടി നടന്നു. എൻ്റെ ഭാഗത്ത് നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ഇത് പറയുന്ന മക്കള് വന്നിട്ട് ഇവിടെ മുട്ടുകുത്തിക്കും. കർത്താവ് കൃപ ചൊരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ വിവാഹ ജീവിതം കഴിച്ച് 3 മക്കളുമായി ജീവിക്കുന്നത്. തീർച്ചയായും നമ്മൾ കൂടുതൽ നേരം നിൽക്കുന്നത് നമ്മുടെ വീട്ടിലാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ പീഡ ഉണ്ടാകുന്നത് എവിടെയാണ്? വീട്ടിൽ നിന്നാണ്. സംശയിക്കില്ല, വീട്ടിൽ നിന്ന് നമുക്ക് ക്രൂരമായ പീഡനം ഏൽക്കുന്നത്. ഇപ്പോൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി കർത്താവിൻ്റെ വചനം തന്നെ ഘോര പ്രഘോഷിക്കുക. ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വചനത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്കിത് സാധിക്കാതെ പോകും. ഹല്ലേലൂയ. അപ്പം ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസമല്ല, മാസങ്ങൾ വർഷങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചെറുത്ത് നിൽക്കാൻ, കർത്താവേ ഇത്രയും ഒരു പൈശാചിക ശക്തിയാണോ ഈ ക്ഷമയുടെ മണ്ഡലത്തിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കി തരാനുള്ള ബോധം, ജ്ഞാനം തരണമേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ഇതിനോട് മല്ലടിച്ച് നമ്മൾ ബൈബിളിൽ കണ്ടു, നീ മറ്റൊരു മനുഷ്യനായി നീ മാറും. ഹല്ലേലൂയ. ഇങ്ങനെ ഇതിനോട് മല്ലടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ശുശ്രൂഷയിൽ വഴി നടക്കാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു മനുഷ്യനായി മാറി. അതായത് എല്ലാം ക്രിസ്തുവിൻ്റെ മുറിവിലേക്ക് അർപ്പിക്കും. കുത്തിയാലും നോവിച്ചാലും തള്ളിപ്പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ മുറിവിൽ അർപ്പിച്ചിട്ട് നമ്മൾ സ്വതന്ത്രമായി നടക്കും. ഹല്ലേലൂയ. ഒന്ന് കരകളടിച്ച് 3 ദൈവത്തിന്. ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്, ആവശ്യമാണ്, അല്ലേ? ഹല്ലേലൂയ. മറ്റൊരു വ്യക്തി മുഖാന്തരം നമുക്ക് ഏൽക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ നമ്മൾ ശാന്തമായിട്ട് ആരോടും പറയാതെ ചെയ്യുമ്പോഴും, ആരോടും കംപ്ലൈൻറ്റ് പറയാതെ, ആരോടും നമ്മൾ
ഏറ്റു പറയാനായിട്ട് മറ്റൊരു മനുഷ്യരില്ല, പറഞ്ഞാൽ നമ്മളെ കളിയാക്കും എന്നുള്ള ബോധ്യം നമ്മളിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ജീവിതത്തിൽ അടങ്ങാനാവാത്ത പ്രശ്നം നമ്മുടെ ഉള്ളിൽ കെട്ടിനിൽക്കുകയാണ്. അതൊരു വ്യക്തിയോട് പറഞ്ഞാൽ അവനത് കളിയാക്കും. ഓക്കെ, ശരിയല്ലേ? കളിയാക്കി നമ്മളെ ആകെ അപ്സെറ്റ് ആക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഇത് ക്രിസ്തുവിൻ്റെ ഇന്റലിജന്റ് ആയ ഒരു പ്രവർത്തനമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിഷ്കളങ്കനായി നിന്നുകൊണ്ട് ആ മുറി കയറി വാതിലടച്ചിട്ട് ആ ഹൃദയം ഒന്ന് പൊട്ടി തുറന്ന് ഒന്ന് കരഞ്ഞു നോക്കി. സൗഖ്യം തരാതെ ആ ദൈവം ആ മുറിയിൽ നിന്ന് നിങ്ങളെ പറഞ്ഞയക്കുകയില്ല എന്ന് യേശുനാമത്തിൽ ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനുഭവിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ സുവിശേഷം പ്രസംഗിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഇന്ന് ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ SLS അച്ഛനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ പോകുന്ന നമ്മുടെ SLS അച്ഛനെ കുറിച്ച് ഞാൻ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളുകളായി അച്ഛനായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും ഈ ആവി മരിയ പ്രേംനസിയുടെ പ്രാർത്ഥനയായിട്ട് അച്ഛൻ കടന്നു വന്നത് ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. വിശ്വാസത്തിന് വേണ്ടി തീഷ്ണമായി നിലകൊള്ളുന്ന ഒരച്ഛനെയാണ് കണ്ടുമുട്ടിയത്. തകർക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പലതരത്തിലും തകർക്കാൻ നോക്കിയിട്ട് മാനസികമായും ശാരീരികമായും ആത്മീയമായും തകർക്കാൻ പദ്ധതികൾ മെനഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്ത ക്രിസ്തുവിന്റെ ഒരു പ്രതിപുരുഷൻ എന്ന് പറയാമെങ്കിൽ വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി അച്ഛൻ എപ്പോഴും പറയും, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ഇടപെട്ടോളൂ, ദൈവം ഇടപെട്ടോളൂ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. സഭയുടെ അനുസരണമല്ലാതെ മറ്റൊന്നുമേ എൻ്റെ മുൻപിൽ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അച്ഛന്റെ തീക്ഷ്ണമായ വിശ്വാസത്തിന്റെ മുമ്പിൽ ഒരു പക്ഷെ നമ്മളൊന്നിന്റെ അടുത്തെത്താൻ പോലും നമുക്ക് യോഗ്യത പോലും ഇല്ല. ആ അച്ഛന്റെ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് പല ദിവസങ്ങളിലും. അതിനു മാത്രം സഹനങ്ങളാണ് അച്ഛൻ ഓരോ പ്രഭാതം കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി അച്ഛൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും അച്ഛൻ നോക്കുന്നത് ക്രിസ്തുവിന്റെ മുറിവിലേക്കാണ്. സൈഡിൽ നിൽക്കുന്ന ഉപദ്രവിക്കുന്ന വ്യക്തികളൊന്നും അച്ഛൻ നോക്കാറില്ല. അച്ഛൻ എല്ലാ പ്രഭാതത്തിലും ബലിയർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുറിവിലേക്ക് വേദനിപ്പിച്ചവരെയും തള്ളി പറഞ്ഞവരെയും എല്ലാവരെയും അച്ഛൻ വിട്ടുകൊടുക്കുക. എപ്പോൾ വേണമെങ്കിലും ശ്രദ്ധിച്ചോ, അച്ഛന് പൊട്ടിത്തെറിക്കുന്നതായിട്ട് ആർക്കും കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതെന്തെന്നറിയോ? ക്രിസ്തു എന്ന ജീവൻ, ക്രിസ്തു എന്ന തീ അച്ഛൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾക്ക് തരാൻ പരിശുദ്ധാത്മാവിന് അതേ ഉള്ളൂ. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന സഹനങ്ങള്, രോഗങ്ങള്, കഷ്ടതകള്, ആകുലതകൾ ഉണ്ടായിക്കൊള്ളട്ടെ, കർത്താവ് അതിൻ്റെ മീതെ നമ്മളെ പരിപാലിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ പ്രയർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മൈസൂർ, ഞാനിതൊരിക്കൽ പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അത് പറയാൻ തോന്നുന്ന ഫെബ്രുവരി 11:32 വചനം എടുക്കാമോ? മറ്റൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പൊ ദൈവം തന്നൊരു വചനമാണ് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു ഉഷാറോട് കൂടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഫെബ്രുവരി 11:32, 31-32. ആ ആ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ. ആ മൈക്കിലൂടെ വചനം കിട്ടിയ മൈക്കിലൂടെ കാരണം ഇത് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാം. ഇതെല്ലാവരും കേൾക്കണം. ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷ നാളെ ആവി വലിയ പ്രേരണയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലും നമ്മൾ ഡൗൺലോഡ് ചെയ്യും.
ഹല്ലേലൂയ. ആ വചനം ഒന്ന് വായിച്ചേ. വിശ്വാസത്തോടു കൂടി. ആ വായിച്ചൊന്ന് വായിച്ചേ. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവൽ ഇവരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ബലഹീനതയിൽ നിന്ന് എങ്ങനെ ശക്തി ആർജിച്ചു? വിശ്വാസത്തോട് കൂടിയിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് അവർക്ക് ബലഹീനതയിൽ ശക്തി ഉണ്ടായി. ഹല്ലേലൂയ. ഇത് നമ്മൾ ഒത്തിരി കേട്ടിരിക്കുന്നതാ അല്ലേ? ബലഹീനതയിൽ ശക്തി വിശ്വാസത്തിൽ നിന്ന് നമ്മൾ കേട്ടിരിക്കുന്നതാ. പക്ഷെ ഇവിടെ പറയുകയാണ്, അവർ വിശ്വാസത്തോടു കൂടി രാജ്യങ്ങളും രാഷ്ട്രങ്ങളും പിടിച്ചടക്കി. ഹല്ലേലൂയ. അവരുടെ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരുടെ കയ്യില് ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ വിശ്വാസം മൂലം രാജ്യങ്ങളും രാഷ്ട്രങ്ങളും അവര് പിടിച്ചടക്കി. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, സഹനത്തിൽ നിന്ന് അവരൊട്ടും പിന്നോട്ട് പോയില്ല. ഹല്ലേലൂയ. കണ്ട, ഈ വിശ്വാസത്തെ മൂർച്ചപ്പെടുത്തിയിരുന്നത് അവരുടെ എന്തായിരുന്നു? സഹനമായിരുന്നു. ആ സഹനം വെച്ച് പറയുകയാണ്, സിംഹത്തിന്റെ വായകൾ അവർ പൂട്ടി. ശരിയല്ലേ? ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞത് കണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വിശ്വാസത്തിന്റെ തീഷ്ണതയാണ്. എന്തെന്നറിയോ? ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ പറയാണ്, ഇന്ന് വിശ്വാസത്തെ കുറിച്ച് പറയണം. കാരണം പണ്ടത്തെ വിശ്വാസം നമ്മൾ ഓരോ വർഷവും 2022 കടന്നു വന്നപ്പോൾ 22ന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണോ? 2022ന്റെ പൂർണ്ണതയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 2022ന്റെ പൂർണ്ണതയിലുള്ള വിശ്വാസം എന്താണ്? ഒന്ന് പറഞ്ഞേ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സത്യമാണോ? ഉള്ളതല്ലേ? കാലം അതിന്റെ അന്ത്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിള് എന്തു പറഞ്ഞോ, കാലത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് എന്തു പറഞ്ഞോ, അതെല്ലാം സംഭവിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ സൗഖ്യം എവിടെ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ രോഗത്തിന് സൗഖ്യം എവിടെ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുന്നത് എവിടെ? ചിന്തിക്കണം, വേണ്ടേ? ചിന്തിക്കണം. ആത്മാവിനെ ദൈവം സ്വീകരിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണേ, ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന തലം ഏത് തലത്തിലാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ആണോ? ആണോ? പഴഞ്ചൻ പ്രാർത്ഥനകൾ പറഞ്ഞില്ലേ, നിന്റെ പഴയ ആ ഇതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് മാറ്റി നീ പുതിയതായി 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 മാറ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുഭവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കരങ്ങളടിച്ച്. ഈ വാക്കിന്റെ പൂർണ്ണതയിലേക്കാണ് 2022 കടന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കാലഘട്ടം അന്ത്യതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കൃപയുടെ മണ്ഡലത്തിലാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയെങ്കിൽ കൃപ എവിടെയാണ് നിൽക്കുന്നത്? ഒന്ന് പറഞ്ഞേ. അങ്ങനെയെങ്കിൽ കൃപ എവിടെയാണ് നിൽക്കുന്നത്? കൃപ എന്നാൽ എന്ത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെയാണ് കൃപ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കൃപ ഇന്ന് എവിടെ നിൽക്കുന്നു? പറഞ്ഞേ. എവിടെ നിൽക്കുന്നു? ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കടക്കൂല. കാരണം ഉൽപ്പത്തി മുതൽ മലാഖി വരെ വചനം എടുത്ത് വായിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹത്തിന്റെ തലമായിരുന്നു. ആണോ? ശരിയാണോ? തെറ്റാണോ? ഇനി നോഹയെ വിളിച്ചിട്ട് കർത്താവ് പറയാണ്, നിന്റെ മേൽ കൃപ ചൊരിഞ്ഞിരിക്കുന്നു എന്ന് ബൈബിളിലുണ്ടോ? നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു,
എന്നാണ് കൊടുത്തിരിക്കുന്നത്. അബ്രാഹത്തെ വിളിച്ചിട്ട് പറയാണ്, നിനക്ക് കൃപ നിറഞ്ഞിരിക്കുന്നു എന്ന് ബൈബിളിലുണ്ടോ? നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശരിയാണോ? എസെക്കിയേൽ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നിന്റെ മേൽ കൃപ ചൊരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ദാനിയേൽ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് ഉൽപ്പത്തി മുതൽ മലാഖി വരെ എടുത്ത് വായിക്കുമ്പോൾ എല്ലാം അനുഗ്രഹത്തിന്റെ തലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ നമ്മൾ മലാഖി വരെ എടുത്ത് വായിക്കുമ്പോൾ ഈ കൃപയുടെ മണ്ഡലം ഉരുണ്ടുകൂടുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം കേട്ടോ, ബൈബിളിൽ നമുക്കത് കാണാൻ കഴിയും. എവിടെയെന്നറിയാം? ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 25-ഉം 26-ഉം വചനമെടുത്ത് ഈ കൃപ ഒഴുകാൻ പോവുകയാണ്. എവിടേക്കെന്നറിയോ? ആ കൃപ പോകുന്നത് യേശുവിലേക്കാണ്. ശ്രദ്ധിച്ചു വായിച്ചോ. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 25-ഉം 26-ഉം വചനം ഒന്നെടുത്ത്. ഇത് ഇത്രയും കൃത്യമായി പറഞ്ഞു തന്നില്ല എങ്കിൽ നാളെ നമ്മൾ പ്രാർത്ഥനയുടെ ശക്തി കുറയ്ക്കും. പഴയ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നീണ്ടു പോകും. ദൈവത്തിന്റെ കൃപയ്ക്ക് തടസ്സം വരും. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്തുതിച്ചിട്ട് നിന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ആ വചനം ഒന്ന് വായിക്കാവോ? കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ വചനത്തെ കൃപ അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വചനത്തില് യഥാർത്ഥമായ സ്വർഗത്തിന്റെ ദൈവം അനുവദിച്ച കൃപ ഇരിപ്പുണ്ട്. അതൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എത്രയോ വർഷം നമ്മൾ ബൈബിൾ വായിക്കുന്നവരാ, പക്ഷെ കൃപ ഒഴുകി, ആ ജ്ഞാനം തുടങ്ങി അങ്ങനെ ഒഴുകി അത് മലാഖി വഴി നേരെ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? വചനത്തിന്റെ ആദ്യത്തെ കെട്ടി ഒന്ന് പറഞ്ഞേ. കന്മഴയും മന്നായും അല്ല, ആ വായിച്ച് 15-ന്റെ 26 അത് വായിച്ച് സ്റ്റാർട്ടിങ്. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല. കേട്ടോ, ആ വചനത്തിന്റെ കർത്താവെ അങ്ങയുടെ മക്കളെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അവിടുത്തെ വചനമാണ്. അല്ലേ? ബൈബിളിൽ അടുത്തത് വായിച്ച്. അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ചു. കേട്ടോ, സൃഷ്ടികളുടെ ആവശ്യത്തിനൊത്ത്. നമുക്കറിയാം, അന്ന് ദൈവം മോശയിലൂടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പല പ്രവാചകന്മാരിലൂടെ ദൈവം ഭൂമിയിൽ വഴി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഒത്തിരി അറപ്പുരകള്, ധാന്യങ്ങൾ ശേഖരിക്കുന്ന അറപ്പുരകൾ ഉണ്ടായിരിക്കുന്ന കാലഘട്ടം. ഈ ധാന്യങ്ങളുള്ള സമയത്തൊന്നും മനുഷ്യരൊന്നും തൃപ്തിയല്ലാതിരിക്കുന്ന സമയത്ത് സൃഷ്ടികൾ ആവശ്യപ്പെടുകയാണ്, ഒരു ദൈവത്തെ വേണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവത്തെ വേണമെന്ന് സൃഷ്ടികൾ ആവശ്യപ്പെടുകയാണ്. സൃഷ്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്, രൂപാന്തരീകരണം ഉണ്ടായി. എവിടെയാണ് വചനം രൂപാന്തരപ്പെട്ടത്? എവിടെയാണ് വചനത്തിന്റെ രൂപാന്തരീകരണം ഉണ്ടായത്? ഹല്ലേലൂയ. ആരെങ്കിലും ഓർത്തു നോക്കിയേ, വചനം രൂപാന്തരപ്പെട്ടത് എവിടെയാണ്? ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കിയേ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിൽ വചനം ജീവൻ വെക്കാൻ തുടങ്ങി, രൂപാന്തരപ്പെടാൻ തുടങ്ങി, കൃപ തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മേൽ വന്നു നിറഞ്ഞു, കൃപ നിറയാൻ തുടങ്ങി. കൃപ നിറഞ്ഞവളെ, ഹല്ലേലൂയ, കൃപ നിറഞ്ഞവളെ. അവിടെ നിന്ന് തുടങ്ങി കൃപയുടെ നിറവ് തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശു ജനിക്കുന്നത്, കൃപയുടെ മകുടമായ ദൈവം ക്രിസ്തു. ഈ ക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക്
പോവുകയാണ്. ഞാൻ പോകുന്നതിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ പോയാലേ പരിശുദ്ധാത്മാവ് കൃപ നിങ്ങളുടെ മേൽ നിറയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇപ്പോ നമ്മൾ ഇരിക്കുന്നത് ഏത് മണ്ഡലത്തിലാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന കൃപയുടെ മണ്ഡലത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി, ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കണം? എങ്ങനെ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? ഒന്ന് പറഞ്ഞേ. എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളുള്ള ജീവിതത്തമായ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞൊരു വ്യക്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സഹായകനായി പരിശുദ്ധാത്മാവിനെ ദൈവം തരുമെന്ന് പറഞ്ഞു. നിങ്ങൾ അത് വെച്ച് വചനം പ്രഘോഷിക്കണം, രോഗികളെ സൗഖ്യപ്പെടുത്തണം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. സഹായകനായി പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ 2022 കാലഘട്ടത്തിൽ നിന്നിട്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന എൻ്റെ ഭവനത്തില്, ആലയത്തില്, മക്കളില് വന്ന് നിറയണമേ. ഹല്ലേലൂയ. നിറയുക പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരിക പരിശുദ്ധാത്മാവേ. ഇതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലായി? നിറയുക പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ മേലും ഈ ആലയത്തിലുള്ള എല്ലാ മക്കളുടെ മേലും ഇറങ്ങി വരിക. ഹല്ലേലൂയ. ഇത് നമ്മളിൽ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്, ഒരു വീട്ടിൽ സന്ധ്യ സമയത്ത് കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ അമ്മച്ചി പ്രാർത്ഥിക്കുകയാണ്, ഈ വേലി എൻ്റെ പേരിൽ ആധാരം ചെയ്തു തരണമേ, ഈ വേലി എൻ്റെ പേരിൽ ആധാരം ചെയ്തു തരണമേ, ഈ വേലി എൻ്റെ പേരിൽ ആധാരം ചെയ്തു തരണമേ എന്ന് 10 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേട്ടതാ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആ ലുത്തിനിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ആള് ചൊല്ലിക്കൊണ്ടിരിക്കുക, ഈ വേലി, ഈ മതില് എൻ്റെ പേരിൽ ആധാരം ചെയ്തു തരണമേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന മാറ്റണം. നമ്മൾ ഇന്ന് മുതൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സാന്നിധ്യം ഈ ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ. തന്നിരിക്കും. എത്ര കഷ്ടതകൾ ഉണ്ടായിക്കോട്ടെ, എത്ര സഹനങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര മാനസികമായ പീഡനങ്ങൾ ഉണ്ടായിക്കോട്ടെ, രോഗമുണ്ടായിക്കോട്ടെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ വെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയണം. ഹല്ലേലൂയ. ഇത് ആർക്കുള്ള താക്കീതാണെന്നറിയോ? പിശാചിന് കൊടുക്കുന്ന താക്കീതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇനി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ആരാധനയുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ആലയത്തിലുള്ള എല്ലാ മക്കളും, പ്രത്യേകിച്ച് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈ ആരാധനയിൽ പങ്കെടുക്കണം. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവിനെ വിളിക്കണം. ആ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുവാൻ, വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി സഹിക്കുവാനും പൊറുക്കുവാനും മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വയം ബലിയായി തീരുവാനും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ ധാരാളം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ എന്ത് പറയുന്നത്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ കൃപ ധാരാളം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ഒന്ന് പറഞ്ഞു നോക്കി. ദൈവത്തിൻ്റെ കൃപ ധാരാളം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് പറയാം, ദൈവത്തിൻ്റെ കൃപ ധാരാളം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. ഹല്ലേലൂയ. ഇതെന്താ പറയാ? നമ്മളിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ലാസർ മരിച്ചു കിടന്ന് ശവമായി കിടന്ന ഈ ലാസറിന്റെ മേൽ ജീവൻ ചെന്നത് എപ്പോഴാ? 4 ദിവസം ചീഞ്ഞളിഞ്ഞു കിടന്ന ലാസറുടെ ശവത്തിന്റെ മേൽ ജീവൻ ചെന്നത് എപ്പോഴാ? യേശു പറഞ്ഞു ജീവൻ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യേശുവിൽ വസിച്ചിരുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ജീവൻ ലാസറിന്റെ ആത്മാവിന്റെ മേൽ വന്നു നിറഞ്ഞു. കണ്ട? അതാണ് പറഞ്ഞത്, ഒരു വ്യക്തി കൃപ നിറഞ്ഞ പരിശുദ്ധാത്മാവ് പറഞ്ഞ വ്യക്തി പറയാണ്, സാത്താനേ നീ ദൂരെ പോവുക. ഹല്ലേലൂയ. യേശുവിനെ വിശന്ന് ഇരിക്കുന്ന സമയത്ത് സാത്താൻ പറയുകയാണ്, നീ
ഈ അപ്പത്തിനോട്, ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു, ഇല്ലേ? ദൈവം അവിടെ താക്കീത് കൊടുത്തെന്നറിയോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കൊണ്ട് ജീവിക്കാൻ പറ്റും. ആര് പറഞ്ഞു? ആര് പറഞ്ഞു വചനം കൊണ്ട് ജീവിക്കാൻ പറ്റും? പറ്റുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. വചനം കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ളവരൊന്ന് കൈപൊക്കി. ഹല്ലേലൂയ. തീർച്ചയായും ജീവിക്കാൻ പറ്റും. എന്തെന്നറിയോ? വചനം ഒരു ഉത്തേജകമായ മരുന്നാണ്. മനുഷ്യൻ ബലഹീനപ്പെട്ടിരിക്കുന്ന സമയം, മനസ്സ് തളർന്നിരിക്കുന്ന സമയം, ആ ബൈബിൾ എടുത്ത്, ആ വിശുദ്ധ ഗ്രന്ഥം എടുത്തൊന്ന് തുറന്നു വായിച്ചു നോക്കി, അപ്പ തരും മെസ്സേജ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. തരണ്, നമുക്ക് ഊർജം പകർന്നു തരികയാണ്. എന്റെ ജീവിതത്തില് എന്നെ ദൈവം വഴി നടത്തിയ ഒരു വചനമുണ്ട്, ഒരിക്കലും മറക്കില്ല കേട്ടോ. രോഗം ബാധിച്ച് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് കർത്താവിന്റെ വചനം പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം പറയുകയാണ്, മരുഭൂമിയിൽ മണലോരിടുന്ന പ്രദേശത്ത് വെച്ച് നിന്നെ ഞാൻ കണ്ടുമുട്ടി, താൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ പരിപാലിച്ചു, എന്റെ മാറോട് നിന്നെ ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വചനമൊക്കെ തളർന്ന മനസ്സായിട്ട് ഇരിക്കുമ്പോ, ഈ വചനമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അവന്റെ പോസിറ്റീവ് എനർജി എന്തായിരിക്കും എന്നറിയോ? ഭയങ്കര ഉഷാറായിരിക്കും. ഒരു നേരത്തെ ഭക്ഷണമല്ല, 2 നേരത്തെ ഭക്ഷണം കഴിച്ചില്ല എന്ന് എഴുതി ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. രോഗികൾ, ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെ ഒരു മകള് രോഗത്തിന് വേണ്ടി ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു വചനം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഒത്തിരി സാക്ഷി പറയാനുണ്ട്, നമുക്കൊന്ന് സമയമില്ല. ഹല്ലേലൂയ. ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മകള് കരയാൻ തുടങ്ങി. കാരണം ദൈവത്തിൻ്റെ വചനം ചെന്ന് ആ വ്യക്തിയുടെ രോഗത്തെ സ്പർശിച്ചു. ഹല്ലേലൂയ. രോഗത്തിൽ സ്പർശിച്ചു. വചനമാണ്. അതുകൊണ്ട് സങ്കീർത്തനം 107:20 വചനം പറയുകയാണ്, അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി, വിനാശങ്ങളിൽ നിന്ന് അവരെ വിടിവിച്ചു. കരങ്ങളടിച്ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. കണ്ടോ? വചനത്തിന്റെ ജീവനാണ്. ഹല്ലേലൂയ. ഒരിക്കല് ഒരു പിശാച് ബാധിച്ച ഒരു വ്യക്തി അലറി കിടന്ന്, അവിടെ കിടന്ന് അലറാണ് കിടന്ന്, എന്ത് ചെയ്താ അടങ്ങുന്നില്ല. അങ്ങനെ ആ മകന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഈ വചനം എടുത്ത് ഉപയോഗിച്ചു. സങ്കീർത്തനം 107:20 അവിടുത്തെ വചനം അയച്ച് ഇപ്പോ ഈ വ്യക്തിയെ സൗഖ്യപ്പെടുന്നു. അടിച്ചു കിട്ടിയവിടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം, പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി എടുത്ത് പറയുമ്പോൾ ആ വചനം ജീവനുള്ളതായി മാറും. ഹല്ലേലൂയ. അത് എവിടെ നിന്ന് വേണമെങ്കിലും പറഞ്ഞോ, അത് ജീവനുള്ളതായി മാറും. ഹല്ലേലൂയ. ഇന്ന് ഈ ആലയത്തില് ശുശ്രൂഷയ്ക്കായി കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രേരണ തരികയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ വചനങ്ങളും സെലക്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ 4 മൂലയ്ക്ക് നിന്നുകൊണ്ട് ശക്തമായി വചനം പ്രഘോഷിക്കണം. ഹല്ലേലൂയ. എന്തെന്നറിയോ? പിശാച് കണ്ണു തുറന്ന് കണ്ണു നട്ടിരിക്കുന്ന ഒരാലയമാണിത്. നിങ്ങളെ ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കണോ എന്ന് ചിന്തിക്കുന്ന ഒരാലയം. എന്തെന്നറിയോ? ഇവിടെയാണ് യഥാർത്ഥമായ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ അത് കൃത്യമായിട്ട് പറയാൻ കഴിയും. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും നടുവിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ, തീർച്ചയായും നമ്മളെ ശുശ്രൂഷയ്ക്ക് പോകുന്നതിനേക്കാൾ അപ്പുറം ദൈവകൃപ ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷ സാധാരണ ഒരു മനുഷ്യർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. എത്ര പ്രയത്നിച്ചാലും നടക്കില്ല. ഇത് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മഹത്വവും മഹനീയതയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എന്തുണ്ടായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, ഇല്ലാതിരിക്കൊന്നുമില്ല. കാരണം അവനെപ്പോഴും ഈ ആലയത്തെ ചൊറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഉണ്ട്, സംശയിക്കില്ല. അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിന് പരിശുദ്ധാത്മാവിനാൽ കോട്ട തീർക്കണം. ഹല്ലേലൂയ. അവിടെ അഗ്നി ഇറങ്ങും ദൈവത്തിന്റെ. ആ പ്രശ്നം വൈകുന്നേരം ആകുമ്പോൾ കെട്ടണം.
മനസ്സിലായോ? ഇത് അനുദിനം നിങ്ങൾ വചനം എടുത്തു വെച്ച് പരിശുദ്ധാത്മാവെ ഈ ആലയത്തിലേക്ക് ഇറങ്ങി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ ശത്രുക്കളുടെ മേൽ പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അങ്ങനെയെങ്കിൽ ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സ്തുതിക്കാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ സ്തുതിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നേരിടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റ പോംവഴിയുണ്ടോ ചോദിച്ചു. ഒറ്റ പോംവഴി എന്താ ചോദിച്ചു? ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുക. ഹല്ലേലൂയ. കുളത്തിൽ വീണ ഒരു വ്യക്തി കൈയിട്ട് തരണമെങ്കിൽ അവൻ എങ്ങനെ കരയണം? അവനവിടെ കിടക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ അവൻ എങ്ങനെ കരയും? ഹൃദയം പൊട്ടിക്കരയും, ഇല്ലേ? അപ്പോൾ ആൾക്കാർ കേൾക്കത്തുള്ളൂ, എന്നാലും ഒന്ന് പിടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഏത് ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങളോ ശാരീരികമായോ മാനസികമായോ പീഡനങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം പൊട്ടി കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്നേഹിക്കല്ലാതെ നിങ്ങളെ കൂട്ടില്ല. ഹല്ലേലൂയ. അതിന് സാധിക്കും, ഇന്ന് സാധിക്കും. ഇങ്ങനെ ദിവ്യകാരുണ്യേശോയുടെ മുമ്പിൽ ഇരു കരങ്ങളൊന്ന് ഉയർത്തി കണ്ണുകൾ പൂർണ്ണമായിട്ട് അടച്ച് എന്നിട്ട് 2 മിനിറ്റ് ശാന്തമായിട്ട് നിന്നിട്ട് ഇന്ന് ഈ ആരാധനയ്ക്ക് കർത്താവിന് എന്താ കൊടുക്കാനുള്ളത് അതൊന്ന് ഹൃദയം പൊട്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, ഇപ്പം നമ്മൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. അത് ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തു തരുന്ന സംരക്ഷണവും സമാധാനവും എല്ലാം ഏറ്റെടുത്തിട്ട് വേണം നമ്മൾ ആ വിളിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, നസ്രായനായ യേശുവേ, നസ്രായനായ യേശുവേ, നസ്രായനായ യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ, എനിക്ക് സ്നേഹം തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ശരീരത്തിലെ രോഗപീഠകൾ ഈ ആരാധനയുടെ സമയം അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ. എന്നെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക അരൂപികൾ ഈ ആരാധനയുടെ സമയം കെട്ടഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അധികാരത്തിന്റെയും അവകാശത്തിന്റെയും ഊന്നുവടി എനിക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ ലോകത്തിന്റെ ദുഷ്ടാരൂപിയിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ഹൃദയം പൊട്ടി അങ്ങയെ വിളിച്ച് ആരാധിക്കുമ്പോൾ എൻ്റെ മേൽ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ, എൻ്റെ ജീവന്റെ മേൽ ധാരാളം ദൈവകൃപ ചൊരിയുവാനായി ഞങ്ങൾ കരങ്ങൾ നീട്ടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ തീജ്വാല ഈ മക്കളുടെ മേൽ തീയായി ഇറങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ മേൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും തീയുടെ ശക്തി നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ ഈ മക്കളിൽ നിന്ന് ഇപ്പോൾ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സിന്റെ പ്രയാസങ്ങളും കഷ്ടതകളും എല്ലാം ഈശോയുടെ തിരുമുമ്പിലേക്ക് വെച്ചുകൊടുത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈ നിമിഷം ഈ ആലയത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് മാത്രം ഒന്ന് ഫ്രണ്ടിലേക്ക് കടന്നു വരിക. കരങ്ങൾ കോർത്ത് നമ്മൾ കോട്ട തീർത്ത് ഈ ആലയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സിസ്റ്റേഴ്സ് മാത്രം നിങ്ങൾ ഫ്രണ്ടിലേക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ഫ്രണ്ടിൽ വന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ നമുക്ക് വേണ്ടി
ശുദ്ധജലം തിരിച്ചുവെല്ലാം ജലം അച്ഛൻ തെളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ആലയത്തിൽ കോട്ട തീർക്കാൻ പോവുകയാണ്. ഈ മക്കളെ ഇവിടെ വന്ന് താമസിക്കുന്ന ആരാരുമില്ലാത്ത ഒത്തിരി മക്കള് ദൈവകൃപ നിറയുവാനും ഈ മക്കളെ കെട്ടിട്ടിരിക്കുന്ന അശുദ്ധ ശക്തികൾ ഈ ആലയത്തിൽ നിന്ന് വിട്ടുപോകുവാനും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചോ. ഇതൊരു കോട്ടയാണ്. ഈ ചങ്ങല പൊട്ടിക്കാൻ ദുഷ്ടശക്തിയെ നിനക്ക് അനുവാദമില്ല എന്ന് വിശ്വനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ വചനത്തിന്റെ തീ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ മക്കളുടെ മേൽ പറന്നിറങ്ങുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ അഭിഷേകത്തിന് വേണ്ടി ഹൃദയം തുറന്ന് സ്തുതിച്ച് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇതിന്റെ കോട്ട യേശുവിന്റെ രക്തത്താൽ പണിതുയർത്തതാണ്. യേശുവിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തത്താൽ പണിതുയർത്ത കോട്ടയാണ് ഈ ആലയമെന്ന് താക്കീത് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സത്താനെ, നിന്നെ താക്കീത് ചെയ്യുന്നു. നസ്രായനെ യേശുവിന്റെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന രക്തത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. The name of Jesus. Hallelujah. യേശുവേ, അങ്ങയുടെ അഭിഷേകം കൊണ്ട് മക്കളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് മകളുടെ മേൽ കൃപയായി ശക്തിയായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം ഈ മകളുടെ നാവിൽ നിക്ഷേപിക്കുന്നു. നസ്രായന യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ മകളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. The name of Jesus. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്തിലെ ജലം ഈ മകളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള അവയവങ്ങളിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Name of Jesus. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ഇറങ്ങി വന്ന് ഈ മകളിൽ പ്രവേശിക്കുക, ശക്തിയായി മകളിൽ നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ജീവനുള്ള പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്ന് ഈ മകളിൽ നിറയുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മകളുടെ മേൽ ഇപ്പോൾ പ്രവേശിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ ലിഖിതങ്ങളിൽ ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ മക്കളുടെ മേൽ തീയായി ഇറങ്ങി വരട്ടെ. യേശുവിന്റെ രക്തം ഈ മകളുടെ ശിരസിൽ ഈ നിമിഷം ഈ ആലയത്തിലെ എല്ലാ മക്കളും ഇരുകരം ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇരുകരം ശിരസിൽ വെക്കി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-35. കർത്താവേ, എങ്കിലും പടയാളികളിൽ ഒരുവൻ വന്ന് നിന്റെ വിലാപുറത്ത് കുത്തി, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഈ മക്കളുടെ ശിരസിലേക്ക് കർത്താവേ, അങ്ങനെ രക്തവും വെള്ളവും ഒഴുകട്ടെ. ഈ മക്കൾ സൗഖ്യമുള്ളവരായി മാറട്ടെ. യേശുവിന്റെ സ്നേഹം ഈ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവേ, ആ പടയാളിക്ക് സൗഖ്യം കൊടുത്തുവെങ്കിലും ഈ മക്കൾക്ക് കൂടി അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. കർത്താവേ, അത്യുന്നതന്റെ ശക്തി ഈ മക്കളുടെ മേൽ ധാരാളം നിറയുന്നതിന് വേണ്ടി ഇരു കരങ്ങൾ ഉയർത്തി എൻ്റെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, കരങ്ങൾ ഉയർത്തി എൻ്റെ യേശുവേ എന്ന് വിളിച്ച്, എൻ്റെ യേശുവേ എന്ന് വിളിച്ച്, എൻ്റെ യേശുവേ എന്ന് വിളിച്ച്. ഈ ആലയത്തിന്റെ ചുറ്റും ദൈവത്തിന്റെ സ്തുതികൾ ഉയരട്ടെ. ശക്തമായ പരിശുദ്ധാത്മാവിന്റെ കോട്ട, കോട്ട, ദൈവത്തിന്റെ വചനത്തിന്റെ കോട്ട ഈ ആലയത്തിന്റെ ചുറ്റും തീർപ്പ് പ്രാർത്ഥിക്കുന്നു. ദൈവം ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇന്ന് അവിപരീയ പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്ന് അവിപരീയ പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി 3 മക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്.
ആ മക്കൾക്കും പ്രത്യേകമായ സെലസ്റ്റിൻ അച്ഛനും നമുക്ക് ബലിയർപ്പിക്കുന്ന നമ്മുടെ സെലസ്റ്റിൻ അച്ഛന് വേണ്ടിയിട്ടും നിങ്ങൾ ഹൃദയത്തോട് ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ മക്കളിലേക്ക് നിറയുവാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശാന്തമായി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കളെയും കുടുംബത്തെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. In the name of Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിന് ഈ ആലയത്തെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളല്ല തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ശക്തമായി മുന്നേറുക. പ്രതിബന്ധങ്ങളെ ചവിട്ടി താഴ്ത്തി കടലിൻ്റെ മീതെ പത്രോസിനെ നടത്തിയ, ഭയത്തിൻ്റെ മീതെ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ദൈവം കടലിൻ്റെ മീതെ ഭയത്തിൻ്റെ മീതെ പത്രോസിനെ നടത്തിയെങ്കിൽ ആ ദൈവം നമ്മളെയും ഈ ഭയത്തിൻ്റെയും ആകുലതയുടെയും ഉത്കണ്ഠയുടെയും മീതെ ഈ സർവശക്തനായ ദൈവം നമ്മളെയും വഴി നടത്തും. ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടി വലതുകരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് ബലിക്കായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് ബലി അർപ്പിക്കുമ്പോൾ പ്രത്യേകം അച്ഛന് ഈ ആലയത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടി ബലി അർപ്പിക്കും. ആ ബലിയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് വളരെ ദൈവകൃപ നമുക്ക് സ്വീകരിക്കാം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്